അങ്ങനെ കാത്തിരുന്ന് ഗുരുവായൂർ ഏകാദശി വന്നെത്തി. അപ്പോൾ ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ ഡിസംബർ 1 ഏകാദശിയാണ്. എല്ലാവരും വ്രതം എടുത്തെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം കണ്ണനെ കാണാനായിട്ട് വന്നേക്കാണ് കേട്ടോ. നല്ല ഭക്തജന തിരക്കാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അത്ര തിരക്കാണ് കേട്ടോ. എന്നാലും ഭഗവാനെ നമുക്ക് നിർമ്മാല്യം തൊഴുത് ഭഗവാനെ നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഏകാദശി ആശംസകൾ. അപ്പോൾ ഏകാദശി വ്രതം എടുക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം നമുക്ക് കുഞ്ഞ് ഉണ്ണിക്കണ്ണനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട്. പിന്നെ ഇത് ഗുരുവായൂർ വന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കാൻ വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഗുരുവായൂരപ്പൻ്റെ ഇതുപോലത്തെ ഫോട്ടോസും കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത്രയേറെ ഭംഗി ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ട് ഭഗവാനെ മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഇവിടേക്ക് ഇരിക്കാൻ. അപ്പോൾ ഇന്നത്തെ യാത്ര അത്രയേറെ സന്തോഷമുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.